അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. പറയാൻ മടിയ. കേരളത്തിലെ പത്രമൊക്കെ വായിക്കാറുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂര് ജില്ല, ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജില്ലയല്ലേ കണ്ണൂര്. 10-27 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്നൊരു മനുഷ്യൻ പട്ടിണി കിടന്നാ മരിച്ചേ. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവര് പറയുന്നു മരണകാരണം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടന്ന് മരിച്ചു. പെണ്ണും പിള്ളയും മക്കളും തിരിഞ്ഞു നോക്കിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രം. ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാകും, ഇല്ലെങ്കിൽ ആരും കാണത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. എടാ, വീട്ടിൽ കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഒരു നല്ല വാക്ക് പറയുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാ. അതില്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരെ നമുക്ക് തന്നെ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹണ്ട എന്ന് കൈപൊക്കിക്കേ. ഇവിടത്തെ പെണ്ണും പിള്ളയെ സ്വർഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ള സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. ലൈവാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാരും ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. പെണ്ണുപിള്ളമാര് ചെല്ലുമ്പോ ചോദിക്കുക, എല്ലാരും പൊക്കി നിൽക്കാൻ പൊക്കാൻ. അതെങ്ങനെ പലരും പൊക്കാതെ പേടി എന്തെന്നറിയോ? ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല. നാണം വേണം മോള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺമക്കളുണ്ടല്ലോ, ഉസ്താദന്മാര് പറയും തോറും അവർക്ക് പടച്ചവനെ വാശി കൂടുകയാണ്. വേണമെങ്കിൽ എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്ന കാലഘട്ടമാണ്. പടച്ചവര് ഈ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു പോയെന്നറിയില്ലല്ലോ, നാണമില്ലല്ലോ. അവസാനം ഒരു കാലഘട്ടം വരുമ്പോ നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുമെന്ന് മുത്തുനബി പറഞ്ഞല്ലോ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പക്ഷേ ഇന്ന് പാർക്കുകളിൽ കടന്നു ചെന്നാൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ മതിയല്ലോ. പടച്ചവനെ, മാളുകളിൽ കടന്നു ചെന്നിട്ട് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ, മാളുകളുണ്ടല്ലോ. ആ മാളുകളിൽ പോലും എന്റെ പ്രിയപ്പെട്ട ഫർദ ധരിച്ച പെൺകുട്ടികളുണ്ടല്ലോ. പരസ്യമായി നിന്ന് ചെയ്യുന്ന പേക്കൂത്തുകൾ കണ്ടാൽ സഹിക്കാൻ കഴിയില്ലല്ലോ. എന്തേ പെങ്ങളോ ഇങ്ങനെ സംഭവിച്ചു പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഉമ്മത്ത് അതപ്പതിച്ചു പോയതെന്നറിയോ? ഒരൽപ്പം എവിടെയെങ്കിലും കിട്ടിയോ? ആണുങ്ങൾ കാണുന്നുണ്ടോ? നാണമില്ലല്ലോ. വണ്ടികളിൽ കൂടെ പടച്ചവനെ റോഡിലൂടെ പോകുന്ന ബൈക്കുകളിൽ നോക്കിയാൽ ഫർദ ധരിച്ച പെൺകുട്ടികൾ തന്റെ പ്രിയപ്പെട്ട കാമുകനെ തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യര് കെട്ടിപ്പിടിച്ചുകൊണ്ട് റബ്ബേ നട റോഡിലൂടെ വണ്ടിയിൽ സഞ്ചരിക്കുന്ന കാഴ്ച കാണുന്നവരാ. കല്യാണ വീടുകളിൽ പോയാൽ പടച്ചവനെ സഹിക്കൂലല്ലോ. നമ്മളിൽ ഒരാൾക്കും ഈമാനുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത ഈ ഉമ്മത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന, ഈ സമുദായത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന രംഗങ്ങളാ സഹോദരാ. എന്റെ പെങ്ങളോട് പറയുന്നു, നീ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, നിനക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം. പടച്ചവരെ, ഒരു പെണ്ണ് സമ്മതത്തോടുകൂടി മറ്റൊരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ കേസില്ലാത്ത രാജ്യമല്ലേ. പക്ഷേ പെങ്ങളെ, ഇതുപോലെയുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോ നീ ഒരു ഉപകാരം ചെയ്യുമോ? നീ ഒരു ഉപകാരം ചെയ്യുമോ? ിരിക്കുന്ന ഫർദയെങ്കിലും ഒന്ന് ഊരി മാറ്റു പെണ്ണ്. അങ്ങനെ ഒരു കരുണ കാണിക്കു പെണ്ണ്. എന്തിനായി ഉമ്മത്തിനെ നാണക്കേടുണ്ടാക്കുന്നത്? എന്തിനാണ് അല്ലാഹുവിന്റെ ദീനിന് നീ പേരുദോഷമുണ്ടാക്കുന്നത്? പോകണ്ടവള് പൊക്കോ, പോകണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കില്ലല്ലോ. അതുകൊണ്ട് സുഖിക്കേണ്ടവര് സുഖിച്ചോ, ആസ്വദിക്കേണ്ടവർ ആസ്വദിച്ചോ. പെങ്ങളെ, ഒരു ഉപകാരം ചെയ്യ്. നീ ഇട്ടിരിക്കുന്ന
ഫർദയുണ്ടല്ലോ, അതിനൊരു പുണ്യമുണ്ട് പെണ്ണ്, അതിനൊരു പാരമ്പര്യമുണ്ട് പെണ്ണ്, അതിനൊരു മഹത്വമുണ്ട് പെങ്ങള്. അത് ആയിഷ ബീബി ധരിച്ചതാ, അത് ഖദീജ ബീബി ധരിച്ചതാ, അത് ഫാത്തിമ ബീബി ധരിച്ചതാ, അത് നഫീസത്തുൽ മിസ്രിയ ധരിച്ചതാ, അത് മൈമൂനത്തുൽ മിസ്രിയ ധരിച്ചതാ. അച്ചവരെ ലോകത്ത് കടന്നു വന്ന ഒരുപാട് മഗ്നിമാര് ധരിച്ച ഫർദയാ. അതിനെ ചവിട്ടി തേക്കല്ലോ, അതിനെ നാണം കെടുത്തല്ലോ, അതിനെ തരം താഴ്ത്തല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ എന്റെ മോഡലുകൾ മാറില്ലല്ലോ. ചെറുപ്പക്കാരാ, ഔറത്ത് തുറന്നുകൊണ്ടിട്ട് നടക്കല്ലേടാ. എത്രയോ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവരാ, അവരെ നീ ഔറത്ത് കാണിക്കല്ലോ, അവരെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലോ. ഇല്ല ഉസ്താദേ, എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോട്ടെ മുസ്ലിമേ, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമടോ, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കോ. നിന്നെ തിരുത്താൻ ആരും വരുന്നില്ല, നിന്നെ പിടിച്ചു നിർത്താൻ ആരും വരുന്നില്ല. നിനക്കെല്ലാത്തിനും അവകാശം നിന്റെ രാജ്യത്തുണ്ട്. പക്ഷേ നീ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തു വെച്ചോ. ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ആയത്ത് നീ ഒരിക്കലും മറന്നു പോകരുത്. കരിമ്പാറയിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ ആയത്ത് നീ എഴുതി വെച്ചോ. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഏതായത്തെന്നറിയോ? പണ്ടൊരു മുസ്ലിം സഹാബിയായ മനുഷ്യനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിദാ. ആ ഹാഫിദായ സ്വഹാബിയുണ്ടല്ലോ, ഒരു ജൂതപ്പെണ്ണിന്റെ ഗ്ലാമർ കണ്ടപ്പോ വീണു പോവുകയാണ്. ഒരു ജൂതപ്പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോ, അവളോട് മോഹം തോന്നിയപ്പോ, അവളോട് പ്രേമം തോന്നിയപ്പോ, പടച്ചവനെ തന്റെ ആഗ്രഹം പോയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞപ്പോ അവള് പറയുന്നു, നീ നിന്റെ മതം കളഞ്ഞ് എന്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് സ്വന്തമാ. കൂടെ പോയ സ്വഹാബികൾ പറയുന്നത് കേൾക്കാതെ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് ആ പെണ്ണിന്റെ കൂടെ കടന്നു പോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്ക് കാണോ. പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറിയടാ ചെറുപ്പക്കാരോ. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞു. ഒരിക്കൽ ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോ മതം മാറിയ സ്വഹാബിയെ കാണുമ്പോ അവിടുന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അവസാനം ചോദിച്ചു, നീ ഹാഫിളായിരുന്നല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, ഏതെങ്കിലും സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, എല്ലാം മറന്നുപോയി, എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. ഏതായത്തെന്നറിയോ? മറക്കല്ലേടാ ചെറുപ്പക്കാരാ. കറങ്ങി നടക്കുന്ന പെങ്ങള്, അടിച്ചു പൊളിക്കുന്ന പെങ്ങള്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നീ മറക്കല്ലേ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏത് മറന്നു പോയാലും ഒരുത്തരും ഈ ആയത്ത് മറക്കരുത്. ഇത് അല്ലാഹുവിന്റെ താഖീദാ, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ, ഇത് അല്ലാഹു നിന്നോട് ഓർമ്മപ്പെടുത്തുകയാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും എന്റെ മുന്നിൽ നീ വരുമടാ സഹോദരാ. അല്ലാഹു പറയുകയാണ്, നീ
എവിടെ പോയാലും എന്റെ മുന്നിൽ ഒരു ദിവസം വരേണ്ടവനാ. ഈ ഓർമ്മയാണ് ഓരോ മനുഷ്യനും വേണ്ടത്. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും, ആരൊക്കെ നിന്റെ കൂടെ വന്നാലും, എത്ര പണക്കാരാകട്ടെ അധികാരികളാകട്ടെ, എന്തൊക്കെ നേട്ടങ്ങൾ നിനക്കുണ്ടെങ്കിലും അവസാനം നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനാ. ഈ ഓർമ്മ വേണം സഹോദരാ. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയാ, വല്ലാത്ത ലജ്ജയായിരുന്നു. ആ ലജ്ജയുടെ 4-1 ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? ലോകത്ത് കടന്നു വന്ന ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ. ഒരു പ്രവാചകന്റെയും 2 പെൺമക്കള് ഒരാളും വിവാഹം കഴിച്ചിട്ടില്ല. റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ, 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. 2 പെൺമക്കളെ, ഒരു ലോകത്ത് ഒരു പ്രവാചകന്റെയും 2 പെൺമക്കളെ വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടിയില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമാണ് ആ ഭാഗ്യം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട 2 പെൺമക്കളെ, ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ മകള് മരണപ്പെട്ടു. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് മുത്തുനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? എടാ, ആരെങ്കിലും ഒരാള് ഒരു പെണ്ണ് കെട്ടി, ആ പെണ്ണ് മരിച്ചുപോയി, 2ാമതും കെട്ടി മരിച്ചുപോയി, പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കുവാന്? അപ്പൊ നമ്മളെന്ത് പറയും? ഓന് പെണ്ണ് വാഴൂല, ഓന് പെണ്ണ് വാഴൂല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മകളും കൂടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും. എനിക്കിനി ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനെ, നിനക്ക് തന്നെ ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാന് തങ്ങളോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബി, അല്ലാഹുവിന്റെ പ്രവാചകൻ 1ാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ഇനി ഉണ്ടായിരുന്നെങ്കിൽ അതും നിനക്ക് തന്നെ ഞാൻ തരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണമെങ്കിൽ ജീവിതത്തിൽ പ്രയാസവും ദുരിതങ്ങളൊക്കെ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് അബൂജഹലിന്റെ മകനായ ഉത്തൈബയായിരുന്നു. ഉത്തൈബയാണ് ആദ്യമായിട്ട് മുത്തുനബിയുടെ മകളെ വിവാഹം കഴിച്ചത്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായിട്ട് കടന്നു ചെന്നപ്പോ മുത്തുനബിയുടെ മകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. വാപ്പയുടെ മുന്നിലിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിച്ചില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിന്റെ മകനെ ശപിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അബൂജഹൽ തന്റെ മകനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുമായിരുന്നു. നമ്മളൊക്കെ വിവാഹം കഴിക്കും, കെട്ടിയ പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് തല്ലുന്ന ആണുങ്ങളുണ്ട്. അത് ആണത്തമാണെന്നാ പറയണേ. കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട് പിറ്റേ ദിവസം കൂട്ടുകാരെ കാണുമ്പോ പറയും, ഇന്നലെ അവളെ കൊടുത്തറ അടിനാവിക്ക് ചവിട്ടിയിടാ എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കുറഞ്ഞത് നിക്കാഹ് കഴിക്കുമ്പോൾ പറയുന്ന സീഗയുടെ അർത്ഥമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തെന്നറിയോ?
പള്ളിയിലെ ഖതീബ് ഉസ്താദ് പെണ്ണിന്റെ വാപ്പയും കൂടെ കൈ പിടിച്ചിട്ട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ സീഗയുണ്ടല്ലോ, അതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചു വെക്കണം. കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ ഏറ്റവും വലിയ കോമഡി അതാ. കല്യാണത്തിന് പോകുമ്പോ നിക്കാഹിന്റെ സമയത്തൊക്കെ ഉസ്താദന്മാർക്ക് ചിരി വരുന്നത് ചില ചെറുപ്പക്കാരുടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് പറയാൻ തന്നെ ആ സാധുവിന് അറിയത്തില്ല. അതാ ഏറ്റവും വലിയ വിറ്റ്. ഉസ്താദന്മാര് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് എന്താണെന്നറിയില്ല കടന്ന് കഷ്ടപ്പെടുന്നത് കാണാം. ഏറ്റവും കുറഞ്ഞത് കല്യാണത്തിന്റെ തലേ ദിവസം ഉസ്താദന്മാരോട് വല്ലതും പോയി ചോദിക്കണത് എങ്ങനാന്നൊന്ന് പഠിക്കണം കേട്ടോ. എന്താ അതിന്റെ അർത്ഥമെന്നറിയോ? എടാ, നിന്റെ കയ്യിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിന്റെ ഭാര്യയുടെ ഉപ്പ തന്റെ പൊന്നുമകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ പറയുന്നത്, മോനെ 10-18 വർഷക്കാലം ഞാൻ പൊന്നുപോലെ നോക്കി എന്റെ മകളെ, നീ തരുന്ന മഹർ, നീ തരുന്ന ആ ഒരു നക്കാഭിച്ചുണ്ടല്ലോ, ഞാൻ എന്റെ മകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. എന്റെ മകൾ എല്ലാം തികഞ്ഞവളൊന്നുമല്ല, മലക്കൊന്നും അല്ലല്ലോ, എല്ലാം തികഞ്ഞവളല്ല എന്റെ മകള്. അവള് പാവവാ, അവള് സാധുവാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്റെ പൊന്നുമോൻ ക്ഷമിക്കണേ, എന്റെ മോൻ ക്ഷമിക്കണേ, എന്റെ മകൾക്ക് നീ തിരുത്തി കൊടുക്കണം. എന്റെ പൊന്നുമോൾ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചു പോയാ നീ ക്ഷമിക്ക്, നീ തിരുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അദ്ദേഹം പറയുന്നത്, ഇനി എന്റെ മകളെ നിനക്ക് എന്തെങ്കിലും വേണ്ട എന്ന് തോന്നിയാ കെട്ടിത്തൂക്കാനൊന്നും നിൽക്കരുത്, തിരിച്ച് എന്റെ കയ്യിലേക്ക് തന്നെ തരണെന്നാ പറയണേ. എല്ലാം കുലുക്കിയിട്ടാ നീ മേടിച്ചോണ്ട് വരുന്നത്. എന്നിട്ട് കാണിക്കുന്ന എന്താ? കൊണ്ടുവന്ന് നിന്നിട്ട് ഭാര്യയെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നവരുടെ കാലം. 1-2 കെട്ടിയിട്ട് നടക്കണവരുണ്ട് ഇവിടൊക്കെ. നിന്നെ അല്ല വെറുതെ വിടുവാരിച്ചേക്ക്. ഇടയ്ക്ക് 4 വരെ കെട്ടാം, അതിന് കുഴപ്പമൊന്നുമില്ല, അള്ളാന്റെ ദീൻ. പക്ഷെ 4നെയും ഒന്നുപോലെ കാണാൻ പറ്റണം നിന്നെക്കൊണ്ട്. ഒരെണ്ണം നാട്ടിലും ഒരെണ്ണം പുറത്തും കെട്ടിയിട്ടിട്ട് കണ്ണുനീര് കുടിപ്പിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ.